USS ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അടിസ്ഥാന ശാസ്ത്രത്തിലെ കുറച്ച് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമുക്കറിയാം, നമ്മൾ ഈ ഒരു ഭാഗത്ത് പരിചയപ്പെടുന്നത് USSുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സെറ്റാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഓരോ ചോദ്യങ്ങളിലൂടെയും കടന്നു പോവുക. അതോടൊപ്പം മറ്റുള്ള വിഷയങ്ങൾ നമ്മൾ ചാനൽ മുമ്പേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഭാഗമായി കാണുക. നേരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകും. നോക്കുക, ഇവിടെ നൽകിയിട്ടുണ്ട് ഏരിയ സബ്ജക്റ്റ് ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രം. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 13, സീരിയൽ നമ്പർ 45 to 57. ഒരു മാതൃകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ചോദ്യപേപ്പർ വരിക. നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് 45 മുതൽ 57 വരെയുള്ള 13 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 10 ചോദ്യങ്ങൾക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരം എഴുതിയാൽ മതി. സോ ഗോയിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ചോദ്യം ഇതാണ്: മുല്ലച്ചെടിയിൽ പതിവയ്ക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? നമ്മൾ കുറേ അധികം പ്രജനന രീതികൾ പഠിച്ചിട്ടുണ്ട്. അതിൽ മുല്ലച്ചെടിയിൽ പതിവയ്ക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ എ വായുവിൽ പതിവയ്ക്കൽ, ബി കൂന പതിവയ്ക്കൽ, സി പാത്തി പതിവയ്ക്കൽ, ഡി നാഗപ്പതിവയ്ക്കൽ. ഉത്തരം അതെ, നാഗപ്പതിവയ്ക്കൽ. അടുത്ത ഒരു ചോദ്യം: ഇടവേളകളിൽ പാടത്ത് പയർ കൃഷി ചെയ്യുന്നത് ഏത് കൃഷി രീതിക്ക് ഉദാഹരണമാണ്? നമ്മൾ മറ്റ് കൃഷികൾ കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ വ്യത്യസ്തമായ കൃഷികൾ ചെയ്യാറുണ്ട്, അല്ലേ? അതിനൊരു പേര് പറയും. ഇടവേളകളിൽ പാടത്ത് പയർ കൃഷി ചെയ്യുന്നത് ഏത് കൃഷി രീതിക്ക് ഉദാഹരണമാണ്? നമ്മൾ എന്തിനാണ് എന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഓപ്ഷൻ എ സംയോജിത കൃഷി, ബി വിളപരിയം, സി ഇടവിള കൃഷി, ഡി കൊണ്ടൂർ കൃഷി. ഏതാണ് അതേ ഉത്തരം? ഇടവിള കൃഷി. ഇടവിള കൃഷിയായിട്ടാണ് പാടത്ത് നമ്മൾ പയർ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാറ് ഉള്ളത്. അടുത്ത ചോദ്യം: മുളക്, വഴുതന, പാവൽ, വെണ്ട എന്നീ സങ്കര ഇനം വിളകളുടെ ശരിയായ ക്രമം നിങ്ങൾ എന്ത് ചെയ്യുക, താഴത്തു നിന്ന് കണ്ടെത്തി എഴുതുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് സങ്കര ഇനം വിളകൾ. അപ്പോൾ അതിൽ മുളക്, വഴുതന, പാവൽ, വെണ്ട ഈ ഒരു ശരിയായ ക്രമത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്: അനഘ, പ്രിയങ്ക, സൽകീർത്തി, ജ്വാലാമുഖി. ഓക്കെ, ഇതാണ് ആ ഒരു സങ്കര ഇനം വിളകൾ. ഇതിൽ മുളക് ഏതാണ്, വഴുതന ഏതാണ്, പാവൽ ഏതാണ്, വെണ്ട ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് നിങ്ങൾ ഓർഡർ ആക്കി. ഉത്തരം എന്താണ്? അതെ, വായിച്ചു നോക്കിയിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻ ബി ആണ്. അതായത് മുളക് ജ്വാലാമുഖി, വഴുതന അനഘ, പാവൽ പ്രിയങ്ക, വെണ്ട സൽകീർത്തി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൽ ശരിയായിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം: ഉള്ളിയിൽ ആഹാരം സംഭരിച്ചിരിക്കുന്നത് എവിടെയാണ്? നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോയ ഒരു ചോദ്യമാണത്. ഉള്ളിയിൽ ആഹാരം സംഭരിച്ചിരിക്കുന്നത് എവിടെയാണ്? നമ്മൾ വ്യത്യസ്തമായ ഭക്ഷ്യവസ്തുക്കൾ അതുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലേ? നോക്കാം. ഒന്ന് ശൽക്കപത്രം, ബി വേര്, സി ഇല, ഡി വിത്ത്. ശൽക്കപത്രമായിട്ടാണോ, വേരിലാണോ, ഇലയിലാണോ, വിത്തിലാണോ ആഹാരം സംഭരിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഇവിടെ ഉള്ളിയിൽ ആഹാരം സംഭരിച്ചിരിക്കുന്നത് എവിടെയാണ്? അത് ഉത്തരം ശൽക്കപത്രം, അല്ലെ? ആ പുറംതോടിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുക. അടുത്തത് ZBNF കൃഷി രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? നമുക്കറിയാം, ZBNF എന്ന് പറഞ്ഞാൽ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് ആണ്, അല്ലേ? അപ്പോൾ ഈ ഒരു കൃഷി രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ് എന്നാണ് ചോദ്യം. 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ എ സുഭാഷ് പലേക്കർ, ബി മസനോബു ഫുക്കുവോക, സി വന്ദന ശിവ, ഡി കല്യാൺ പുക്കുടൻ. ആരാണ് ZBNF കൃഷി രീതിയുടെ ഉപജ്ഞാതാവ്? ഉത്തരം സുഭാഷ് പാലേക്കർ. ഓർത്തു വയ്ക്കുക. ഇലയുടെ അഗ്രഭാഗം പ്രധാനമായിട്ടുള്ള സസ്യം ഏതാണ്? പാവൽ, ബി കോവൽ, സി മേന്തോന്നി, ഡി മത്തൻ. ഉത്തരം മേന്തോന്നി. അടുത്തൊരു ചോദ്യം: അരയാൽ ശാഖകളെ താങ്ങി നിർത്തുന്ന വേരിന് പറയുന്ന പേര് എന്താണ്? ഇത് 4 മുതലേ നമ്മൾ പരിചയപ്പെട്ടു പോയതാണ്, 4ാം ക്ലാസ് മുതൽ. ആൽമരം. അപ്പോൾ അത്തരത്തിൽ 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ 4ാം ക്ലാസ് മുതൽ പരിചയപ്പെട്ടു പോകുന്ന, അല്ലെ പഠിച്ചു പോയ കാര്യങ്ങളാണ്. എന്താണ് ഓപ്ഷൻസ്? ഓപ്ഷൻ എ നാരുവേര്,
ബി പൊയ്ക്കാൽ വേര്, സി താങ്ങുവേര്, ഡി പറ്റുവേര്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? അതേ ഉത്തരം താങ്ങുവേര്. ഓർത്തു വയ്ക്കുക, താങ്ങുവേരാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, ഉരുളക്കിഴങ്ങിൽ ഭക്ഷ്യയോഗ്യമായ ഭാഗം എവിടെയാണ്? നമ്മൾ പലതരത്തിലുള്ള പച്ചക്കറികൾ, പഴങ്ങളൊക്കെ പരിചയപ്പെട്ടു പോയിട്ടുണ്ട് അല്ലേ? അത്തരത്തിൽ ഉരുളക്കിഴങ്ങിൽ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഏതാണ്? ഓപ്ഷൻ എ വേര്, ബി ഭൂഖണ്ഡം, സി ഇല, ഡി ഫലം. നമ്മൾ നേരത്തെ ഒന്ന് പരിചയപ്പെട്ടു അല്ലേ, ഉള്ളി. ഇവിടെ ഉരുളക്കിഴങ്ങിൽ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഏതാണ്? അതേ ഉത്തരം ഭൂഖണ്ഡം. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക, നെല്ലിന് ഉപയോഗിക്കുന്ന ഒരു ജീവാണുവളം ഏതാണ്? ജീവാണുവളങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഓപ്ഷൻ എ അസോള, ബി ട്രൈക്കോഡർമ, സി സ്യൂഡാമോണസ്, ഡി യൂറിയ. ഓക്കെ, ഇതിൽ നെല്ലിന് ഉപയോഗിക്കുന്ന ജീവാണുവളത്തിൻ്റെ പേരാണ് അസോള. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ജീവാണുവളമാണ്. അടുത്തൊരു ചോദ്യം, ജൈവവളത്തിൻ്റെ മേന്മയല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ മണ്ണിന് ദോഷകരമല്ല, 2 വീട്ടിൽ നിർമ്മിക്കാൻ കഴിയും, 3 സാവധാനത്തിലേ മണ്ണിൽ ചേരുന്നുള്ളൂ, 4 നിശ്ചിത ലവണം മാത്രമായി നൽകാൻ കഴിയില്ല. ഇതിൽ ജൈവവളത്തിൻ്റെ മേന്മയല്ലാത്തത് ഏതാണ്? ഓപ്ഷനുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ 1ഉം 2ഉം ജൈവവളത്തിൻ്റെ മേന്മയല്ല, ബി 3ഉം 4ഉം, സി 1ഉം 4ഉം, ഡി 2ഉം 3ഉം. നിങ്ങളൊന്ന് പരിശോധിച്ച് പോവുക, ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? അതെ, ജൈവവളം സാവധാനത്തിലെ മണ്ണിൽ ചേരുന്നുള്ളൂ. 4 നിശ്ചിത ലവണം മാത്രമായി നൽകാൻ കഴിയില്ല. ഇതാണ് മേന്മയല്ലാത്തത്. ഓക്കെ, ഇതിൽ 3ഉം 4ഉമാണ് ജൈവവളത്തിൻ്റെ മേന്മ അല്ലാത്തത്. അടുത്തത് നോക്കുക, കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. പയർ, മുതിര, ഉഴുന്ന്, നെല്ല്. പയർ, മുതിര, ഉഴുന്ന്, നെല്ല്. വളരെ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നെല്ല്, ബി മുതിര, സി ഉഴുന്ന്, ഡി പയർ. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? അതെ, നെല്ലാണ് അതിൻ്റെ ഉത്തരം. അടുത്തൊരു ചോദ്യം, ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ധവള വിപ്ലവം. ഓപ്ഷൻ എ നോർമാൻ ബോർലോഗ്, ബി MS സ്വാമിനാഥൻ, സി വർഗീസ് കുര്യൻ, ഡി മസനോബു ഫുക്കുവോക്ക. ആരാണ് ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ്? ഉത്തരം ഓപ്ഷൻ സി വർഗീസ് കുര്യൻ. ഓക്കെ, അടുത്തത് നോക്കുക, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഓഫ് ദിസ് വീഡിയോ. കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യം ഏതാണ്? കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യം ഏതാണ്? ഓപ്ഷൻ എ കുരുമുളക്, ബി മാവ്, സി തേങ്ങ, ഡി അപ്പൂപ്പൻ താടി. ഇതും വളരെ പ്രയാസമൊന്നും ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു പോകാൻ പറ്റും. ഉത്തരം അപ്പൂപ്പൻ താടി. അപ്പൂപ്പൻ താടിയാണ് കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യം. അപ്പോൾ ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളിലൂടെയാണ് മോഡൽ എന്നുള്ള രീതിയിൽ നമ്മൾ പോയിട്ടുള്ളത്. എല്ലാവർക്കും ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടി USSന് അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് പരിചയപ്പെട്ടു പോവുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.